നന്ദൻകോട് കൊലപാതകത്തിൽ ഇതാ ശിക്ഷാവിധി എത്തിയിരിക്കുന്നു. കേതൽ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ജീവപര്യന്തം ശിക്ഷ. തീർച്ചയായും അജിംഷാദ്, ഏതായാലും നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ അതിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും ശിക്ഷ കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്ന പ്രതിക്ക് ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ജീവപര്യന്തം വധശിക്ഷ വേണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ആനുകൂല്യം ഉണ്ടാകണം, അതിൽ ഇളവുണ്ടാകണം എന്നൊരാവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിക്ക് ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഈ 3 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ അധികമായി തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതും ഈ ശിക്ഷാവിധിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017 ഈ കേസ് ഉണ്ടാകുന്നത്. അതിൽ 2017 ഏപ്രിൽ 5, 6 തീയതികളിലായിട്ടായിരുന്നു ഈ അതിക്രൂര കൊലപാതകങ്ങൾ ഇവിടെ തിരുവനന്തപുരം നഗരത്തെ ആകെ നടുക്കിക്കൊണ്ട് ഉണ്ടായത്. ഈ പ്രതിക്ക് തന്റെ രക്ഷിതാക്കളോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യമാണ്, കുട്ടിക്കാലം മുതൽ മനസ്സിൽ രൂപപ്പെട്ട വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. പക്ഷേ പ്രതി കൊലപാതകം നടത്തിയത് 4 പേരെയാണ് ആകെ കൊലപ്പെടുത്തിയത്. 4 പേർ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ, സഹോദരി, അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രതിയുടെ ബന്ധു കൂടിയായിട്ടുള്ള മറ്റൊരു സ്ത്രീ, ലളിത എന്ന് പറയുന്ന സ്ത്രീ, അവരെയാണ് കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഈ മൃതദേഹങ്ങൾ അവിടെ വീട്ടിലിട്ട് തന്നെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കത്തിച്ചതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ചെന്നൈയിലേക്ക് പോയ പ്രതി തിരിച്ച് 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതി തിരികെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പോലീസ് അവിടെ വെച്ച് പ്രതിയെ പിടികൂടുന്നത്. പക്ഷേ പിന്നീട് ഈ കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതിൽ അന്ധവിശ്വാസം അടക്കം കലർത്തിക്കൊണ്ട് ആ രീതിയിൽ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം, സാഹചര്യ തെളിവ്, ശാസ്ത്രീയ പരിശോധന എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം നടന്നത്. അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ നീട്ടാനുള്ള വലിയ ശ്രമവും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം പ്രതിയുടെ മനോനില ശരിയല്ല. അതുകൊണ്ട് തന്നെ ബാല്യകാലം മുതൽ തന്നെ വലിയ മാനസിക പ്രശ്നങ്ങൾ നേരിട്ട് വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പ്രതി അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകങ്ങളല്ല, വിചാരണ നേരിടാൻ പോലും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയല്ല പ്രതിക്കുള്ളത് എന്നതടക്കം പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും മനോരോഗ വിദഗ്ധന്റെ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടാണ് ഈ വിചാരണ പോലും, ഏറെ നാൾ വൈകിയെങ്കിൽ പോലും വിചാരണ പോലും ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ 41 സാക്ഷികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് കോടതി വിസ്തരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലും പ്രതി ദയ അർഹിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയുടെ മാനസികാരോഗ്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പ്രതിക്ക് ഈ വധശിക്ഷ എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല, അതിൽ ഇളവുണ്ടാകണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഏതായാലും അതിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജീവപര്യന്തവും 3 വർഷം പിഴയും 3 ലക്ഷം രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പിഴ അടച്ചില്ലെങ്കിൽ അധിക ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ജഡ്ജി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.